തത്വചിന്തയുടെ 15ാമത്തെ എപ്പിസോഡിൽ സൗഹൃദവും തത്വചിന്തയും എന്ന വിഷയം അരിസ്റ്റോട്ടിൽ എങ്ങനെ നോക്കിക്കണ്ടു, എങ്ങനെ പ്രതിപാദിച്ചു, അതിൻ്റെ തുടർച്ചയിൽ ഇന്ന് തത്വചിന്തയെ ഏത് രീതിയിലാണ് ഫ്രണ്ട്ഷിപ്പുമായി, സൗഹൃദവുമായി ബന്ധപ്പെടുത്തി വായിക്കപ്പെടുന്നത് എന്ന ഒരു വിശകലനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രംഗത്ത് ഇപ്പോൾ മലയാളത്തിൽ 2 പുസ്തകങ്ങൾ എൻ്റെ കൈവശം ഉണ്ട്. അതിലൊരെണ്ണം ഡോക്ടർ PK രതീഷ് രചിച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രാക്കറ്റിനകത്തും പുറത്തും എന്ന പുസ്തകമാണ്. മറ്റൊന്ന് ഞാൻ രചിക്കുകയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള തത്വചിന്തയും സൗഹൃദവും ഭയരഹിത ദേശചിന്തകൾ എന്ന പുസ്തകം ആണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കണം അരിസ്റ്റോട്ടിൽ സൗഹൃദത്തെക്കുറിച്ച് ഇത്രമാത്രം വേവലാതിപ്പെട്ടിട്ടുണ്ടാവുക എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പല സാമൂഹിക പ്രശ്നങ്ങളും പല സാംസ്കാരിക പ്രശ്നങ്ങളും വിശകലനം ചെയ്യുന്നതിനിടയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്, സൗഹൃദം എന്നുള്ളത് അരിസ്റ്റോട്ടിൽ ചർച്ച ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം അന്നും സൗഹൃദം ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമായി നിലനിന്നിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗഹൃദമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സാമൂഹിക ബന്ധങ്ങൾ പലതരത്തിലുണ്ട്. അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരൻ, സഹോദരി, അങ്ങനെ പല രീതിയിലുള്ള സാമൂഹിക ബന്ധങ്ങളുണ്ട്. രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാർ, അനുയായികൾ അല്ലെങ്കിൽ അനുഭാവികൾ, സംഘടനയിലെ അംഗങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തിക ഉൽപ്പാദന ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക ബന്ധങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങൾ സമൂഹത്തിൽ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം എല്ലാ ബന്ധങ്ങളെയും നിർണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ബന്ധമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന്, സൗഹൃദം എന്നത് അരിസ്റ്റോട്ടിൽ തിരിച്ചറിഞ്ഞിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ സൗഹൃദത്തെക്കുറിച്ചുള്ള സംവാദം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, വികസിപ്പിക്കേണ്ടത്, അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പരിമിതികളും തിരിച്ചറിയേണ്ടത് നമ്മുടെ ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്നത്തെ ലോകം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ പുസ്തകത്തിന് തത്വചിന്തയും സൗഹൃദവും ഭയരഹിത ദേശചിന്തകൾ എന്ന പേര് നൽകാനുണ്ടായിട്ടുള്ള കാരണം നമ്മുടെ ദേശത്തിനകത്തായാലും ദേശത്തിന് പുറത്തായാലും, നമ്മുടെ കുടുംബത്തിനകത്തായാലും കുടുംബത്തിന് പുറത്തായാലും സൗഹൃദം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, മറ്റ് ബന്ധങ്ങളെ ഉല്ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊക്കെ തന്നെ അതിന് കീഴിൽ വരേണ്ട രീതിയിലുള്ള ഒരു ബന്ധമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായി 2 സഹോദരന്മാർ, സഹോദര്യം എന്നുള്ളത് സ്വാഭാവികമായ ഒരു ബന്ധമാണ്. പക്ഷേ ഈ 2 സഹോദരന്മാർ തമ്മിൽ എത്രമാത്രം ബന്ധം അല്ലെങ്കിൽ അടുപ്പം അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നത്
യഥാർത്ഥത്തിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന തലവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്, ഇപ്പം ഞാൻ ചേതൻ ഭഗത്തിൻ്റെ നോവലിലെ ഒരു ഭാഗം, ഒരു ഉദ്ധരണി എൻ്റെ ഈ പുസ്തകത്തിലെ ഒരു ലേഖനത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരുന്നു. അത് നേതാവും അനുയായിയും തമ്മിലുള്ള ഒരു സംഘടനയിലെ നേതാവും അനുയായിയും തമ്മിലുള്ള ഒരു സംവാദത്തിൻ്റെ ഭാഗമാണ്. അവിടെ നമുക്ക് തമ്മിൽ സൗഹൃദം എത്രത്തോളം സാധ്യമാകുമെന്ന ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഉയർന്നു വരികയാണ്. അരിസ്റ്റോട്ടിൽ സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായി 3 തരത്തിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സൗഹൃദത്തെക്കുറിച്ച് മുഖ്യമായും പ്രതിപാദിക്കുന്ന അദ്ദേഹം നിക്കോമേക്കിയൻ എത്തിക്സ് എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള കൃതിയിലാണ്. നിക്കോമേക്കസ് എന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരും അത് തന്നെയായിരുന്നു. അവരോടുള്ള വാത്സല്യം കാരണമായിരിക്കാം ഒരുപക്ഷെ നിക്കോമേക്കിയൻ എത്തിക്സ് എന്ന് ഈ എത്തിക്സിന്. കാരണം നൈതികത എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ, നല്ല ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ, നല്ല ഭക്ഷണത്തെക്കുറിച്ച്, പാർപ്പിടത്തെക്കുറിച്ച്, ആവാസ വ്യവസ്ഥയെക്കുറിച്ച്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സർവ്വമണ്ഡലങ്ങളെക്കുറിച്ചും നമ്മൾ പ്രതിപാദിക്കുമ്പോൾ അവിടെയൊക്കെ നൈതികത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നീതിബോധമില്ലാതെ എങ്ങനെ നമുക്ക് ഇത്തരം കാര്യങ്ങളിലെ നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉത്കൃഷ്ടതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പം ഇന്നലെ രാത്രി 11:45 ശേഷം ഈ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഞാനുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 40-45 മിനിറ്റ് സമയത്ത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൈപിടിച്ച് നടക്കുന്ന 9 വയസ്സുകാരൻ, എൻ്റെ മകളുടെ മകൻ, അവൻ പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് എനിക്ക് കാണിച്ചു തരികയാണ്. അയ്യോ എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കുമ്പോൾ ഓരോ കടത്തിണ്ണയിലും ആളുകൾ ഉറങ്ങിയാണ്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 6 പേരുണ്ട്. ഒരാളും മറ്റൊരാളുമായിട്ട് ബന്ധമില്ല. അതായത് ഒരേ കുടുംബത്തിൽപ്പെട്ട 6 പേരല്ല, പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട യാചകരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങിയാണ്. അവർ മിക്കവാറും എല്ലാവരും സുഖനിദ്രയിലാണ്. പ്രത്യക്ഷത്തിൽ തന്നെ രോഗികളായ ആളുകളുണ്ട് അതിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, 9 വയസ്സുകാരനായ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വളരെ വേദനയോടുകൂടിയാണ് ആ കാഴ്ച അവനവിടെ കാണുന്നത്. അത് അവനിലുള്ള, അല്ലെങ്കിൽ ഏത് കുട്ടിയിലും ഉണ്ടാവുന്ന, ഏത് മനുഷ്യരിലും സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു വികാരമാണ്. നമ്മൾ അനുകമ്പ എന്ന് പറയുന്ന, ദയ എന്ന് പറയുന്ന, കനിവ് എന്ന് പറയുന്ന ഒരു വികാരം അതവിടെ ഉണ്ടാവുകയാണ്. അയ്യോ, ഇങ്ങനെ കടത്തിണ്ണയിൽ, ആ കടത്തിണ്ണ എന്ന് പറയാൻ വളരെ വീതി കുറഞ്ഞ, പെട്ടെന്നൊരു മഴ പെയ്താൽ കൊള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഞാനപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരുപാട് സംഗതികൾ നമ്മുടെ ഈ ദാരിദ്ര്യരഹിത കേരളത്തിലാണല്ലോ ഈ കാണുന്നത്, ഈ കാഴ്ച എന്നൊക്കെ ആലോചിച്ച് ആ രീതിയിൽ വല്ലാതെ ഈ കൊച്ചുമകൻ്റെ ഈ പ്രതികരണം കൂടി വന്നപ്പോൾ എനിക്കത് വല്ലാത്ത രീതിയിൽ എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു രംഗമായി. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഈ നൈതികത എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് അരിസ്റ്റോട്ടിൽ മുതൽ കാൻ്റ് മുതൽ മിക്കവാറും ദാർശനികരൊക്കെ പല രീതിയിൽ പല സന്ദർഭങ്ങളിലായി പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ നൈതികത എത്രമാത്രം സത്യസന്ധമായി പ്രവർത്തിക്കുന്നുണ്ട്, അത് സത്യസന്ധതയും നൈതികതയൊക്കെ കൂടിക്കുഴയുന്നതാണ്. ഞാനതിലേക്ക് പോവാം. ഈ വിഷയം മാറിപ്പോകുമെന്നുള്ളതുകൊണ്ട് അതിലെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പോഴും യഥാർത്ഥത്തിൽ
ഈ ഇതുപോലുള്ള രംഗങ്ങൾ, ഇതുപോലുള്ള നമ്മൾ ദൈനംദിന ജീവിതത്തിലെ രംഗങ്ങൾ വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ഡോക്ടർ രതീഷിൻ്റെ, പി കെ രതീഷിൻ്റെ, അദ്ദേഹം ഒരു സർവകലാശാല അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പഠനകാലവും അതുപോലെ തന്നെ ഗവേഷണകാലവും അതിനുശേഷമുള്ള അധ്യാപക വൃത്തിയിലേർപ്പെട്ട കാലവും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് ഈ സൗഹൃദത്തെക്കുറിച്ചുള്ള, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ബ്രാക്കറ്റിനകത്തും പുറത്തും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അരിസ്റ്റോട്ടലിനെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, രീതിശാസ്ത്രപരമായി അദ്ദേഹം സ്വന്തം അനുഭവത്തെ മുൻനിർത്തി ആണ് ഈ കാര്യങ്ങൾ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പം കാരണം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട, വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റുകൾ പലപ്പോഴും ലഭ്യമാവണമെന്നില്ല. ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സോഷ്യോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ ആഖ്യാനങ്ങളിൽ കൃത്യമായി നമ്മൾ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കുക അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കുക എന്ന ഒരു രീതി ഗവേഷണത്തിൻ്റെ, ശാസ്ത്രീയമായ ഗവേഷണ രീതിയുടെ ഭാഗമാണ്. പക്ഷേ അവിടെയാണ് ആധുനികാനന്തരം വന്നിട്ടുള്ള ചെറിയൊരു തിരുത്ത് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പല സംഭവങ്ങളും നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടാത്തതായി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനൊക്കെ പല രീതിയിൽ നമുക്ക് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതായിരിക്കാം, തകർക്കപ്പെട്ടതായിരിക്കാം, രേഖപ്പെടുത്താൻ സന്ദർഭങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല എന്ന് അതിനർത്ഥമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വളരെ പ്രധാനമാണ്. ഇപ്പം രതീഷിനെ സംബന്ധിച്ചിടത്തോളം രതീഷിൻ്റെ തന്നെ സ്വന്തമായ അനുഭവം, ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ സൗഹൃദം എന്നുള്ളത് എന്താണ് എന്ന് പറയാനുള്ള ഒരു ശ്രമം ആണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ നടത്തുന്നത്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിൻ്റെ പോലും ഉള്ളടക്കം ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. അരിസ്റ്റോട്ടലുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ, സാമൂഹിക സന്ദർഭത്തിൽ അരിസ്റ്റോട്ടലിൻ്റെ അന്വേഷണത്തിൻ്റെ, വിശകലനത്തിൻ്റെ ഒരു സാങ്കത്യവും സാധ്യതയും പരിമിതിയും സൂചിപ്പിക്കുക മാത്രമാണ് ഇന്നത്തെ ഈ പങ്ക്തിയിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സൗഹൃദം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രശ്നമായി മാറുന്നത്, ഒരു ദാർശനിക പ്രശ്നമായി മാറുന്നത്? കാരണം സൗഹൃദമാണ് രണ്ട് വ്യക്തികളെ അടുപ്പിക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലെ ആ കണ്ണി എന്നുള്ളത് ഏറ്റവും പ്രധാനമായി സൗഹൃദം ആയിത്തീരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, ഭാര്യ-ഭർത്തൃബന്ധം എന്നുള്ളത് നമ്മൾ ട്രഡീഷണലായി നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഒരു അടിമ ഉടമ ബന്ധം പോലെയാണ്. മറ്റതൊക്കെ നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും പലപ്പോഴും പുരുഷകേന്ദ്രിതമായ കുടുംബ വ്യവസ്ഥക്കകത്ത് ഏതാണ്ടൊരു അടിമ ഉടമ വ്യവസ്ഥ രീതിയിലാണ് ഈ ബന്ധം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിന്ന് പോന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ സീരിയൽ മോണോഗമി എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് ആളുകൾ മാറിപ്പോയത്. ഉപേക്ഷിക്കുക, മറ്റൊരു വിവാഹം, ആ രീതിയിൽ സീരിയലായി മിക്കവാറും ഏക ഭാര്യ ഭർത്തൃ ബന്ധം തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും ഇടയ്ക്കിടെ മാറി പോകുന്നത്. കാരണം ഈ അടിമ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാവാത്ത രീതിയിലേക്ക് സ്ത്രീകൾ മാറിയ ഒരു കാലത്ത് സംഭവിക്കുന്ന മാറ്റമാണ് ഈ സീരിയൽ മോണോഗമി എന്നുള്ള ഒരു പ്രതിഭാസം എന്നുള്ളത് ആനുഷംഗികമായി ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൗഹൃദം എന്നുള്ളത് എപ്പോഴും നമ്മുടെ നൈതികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഒരു കാര്യം അതിൻ്റെ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം അരിസ്റ്റോട്ടിൽ സൗഹൃദമുണ്ടെങ്കിൽ അവിടെ നീതി എന്നത് വലിയ ആവശ്യമല്ല എന്ന് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൗഹൃദമുണ്ടെങ്കിൽ, സൗഹൃദം സാധ്യമാണെങ്കിൽ, സൗഹൃദം നിലനിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നീതിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ അതെന്ത് സൗഹൃദമാണ്?
അതെങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക, അല്ലെങ്കിൽ പറ്റുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ പിന്നെ അരിസ്റ്റോട്ടലിൻ്റെ തന്നെ ഒരു ഉദ്ധരണി ഉപയോഗിച്ചുകൊണ്ട് ഡെറിഡ നടത്തുന്ന ഒരു അന്വേഷണം വളരെ പ്രസക്തമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, ഇവിടെ സുഹൃത്തുക്കളായി ആരുമില്ലേ എന്നൊരു സന്ദർഭത്തിൽ ചോദിക്കുന്നു. സുഹൃത്തുക്കളെ എന്ന സംബോധനയിൽ സുഹൃത്തുക്കളാണ് മുമ്പിലുള്ളത്. പക്ഷേ ഇവിടെ ആരും സുഹൃത്തുക്കളായി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ സൗഹൃദം കൊണ്ട് പ്രതീക്ഷിക്കുന്ന എന്തോ ഒന്ന് ഇവിടെ മിസ്സിങ് ആണ്. എന്തോ ഒന്ന് ഇവിടെ കാണാനില്ല. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ എല്ലാവരും തമ്മിൽ ആ രീതിയിലുള്ള, ആ അർത്ഥത്തിലുള്ള, ആ വ്യാപ്തിയുള്ള സൗഹൃദം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൽ അരിസ്റ്റോട്ടിൽ ഇത്രമാത്രം ആശങ്കപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നമ്മുടെ സൗഹൃദങ്ങളൊക്കെ തന്നെ പൊള്ളയായി മാറുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ പ്രച്ഛന്നമായി മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ലതീഷിൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ബ്രാക്കറ്റിനകത്തും പുറത്തുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം എന്നുള്ളത് പ്രശ്നവൽക്കരിക്കേണ്ടത്, സൗഹൃദവുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങളിൽ ഏർപ്പെടേണ്ടത് അനിവാര്യമായി തീരുകയാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ 3 വിധത്തിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുന്നു. അവ ഒന്ന് പ്രയോഗത്തിൻ്റെ മണ്ഡലത്തിലുള്ള സൗഹൃദമാണ്. പ്രയോഗം എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി, ഉപയോഗം നമുക്കെന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മൾ ചില ആളുകളുമായി സൗഹൃദത്തിൽ ഏർപ്പെടും. സ്വാഭാവികമായി അങ്ങനെ ഉള്ള സൗഹൃദം എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഒരേ മണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരേ ഇടപാടിൽ നിരന്തരം ബന്ധപ്പെടുന്ന ആളുകൾ തമ്മിൽ, കാരണം രണ്ടുപേർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇറ്റ് ഈസ് എ പ്രാഗ്മാറ്റിക് റിലേഷൻ ആക്ച്വലി. അത് ഒരു തരത്തിലുള്ള പ്രായോഗിക കേന്ദ്രിതമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷനാണ്. പക്ഷേ ഈ വർക്കിംഗ് റിലേഷൻ എന്നുള്ളത് ഒരു സൗഹൃദമായി മാറുക. അങ്ങനെ വർക്കിംഗ് റിലേഷൻ ഒരുപാട് ആളുകളായിട്ടുണ്ടാവും. ഒരു കൃഷിക്കാരൻ ഒരുപാട് ആളുകൾക്ക് അയാൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ചിലരുമായി അത് കുറച്ചുകൂടി, അയാൾ നമ്മളെ പറ്റിക്കില്ല, അയാൾ എൻ്റെ അടുത്ത ആളാണ് എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ രീതിയിൽ വാസ്തവത്തിൽ ഈ സാധനം, ഉൽപ്പന്നം കൊടുക്കുന്ന ഒരു ബന്ധമായിരിക്കും, വാങ്ങുന്ന ഒരു ബന്ധമായിരിക്കും അവർ തമ്മിലുണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ആ ബന്ധം കുറേ കൂടി ഗാഢമായ ബന്ധമായി മാറി, കുറേ കൂടി അടുത്ത ബന്ധമായി മാറി, അവർ പരസ്പരം പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്ന, അവലംബിക്കുന്ന രീതിയിലേക്കുള്ള ബന്ധമായി മാറി. അപ്പോൾ ആ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതിൻ്റെ പ്രയോജനവുമായി ബന്ധപ്പെട്ടുള്ള, അതിൻ്റെ വർക്കബിലിറ്റി അല്ലെങ്കിൽ ഈ പ്രവർത്തനക്ഷമതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള ബന്ധമായി അത് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹൃദം ഒരു യാഥാർത്ഥ്യമാണ്. അരിസ്റ്റോട്ടിൽ ആ കാലത്ത് പറയുന്നതാണെങ്കിലും ഇന്നും അങ്ങനെ ഒരു ബന്ധം നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് അല്ലാതെ രണ്ടാമതൊരു ബന്ധത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ സന്തോഷത്തിന്, അല്ലെങ്കിൽ ആഹ്ലാദത്തിന് വേണ്ടി, നമ്മളെ പ്ലഷറിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബന്ധമാണ്. അത് യഥാർത്ഥത്തിൽ പല രീതിയിലും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നമ്മൾ രണ്ടുപേര് പരസ്പരം ബന്ധപ്പെടുന്നു. ആ ബന്ധം എനിക്ക് സന്തോഷമാണ്, അദ്ദേഹത്തിനും സന്തോഷമാണ്. അപ്പോൾ ബന്ധപ്പെടുന്ന രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ, അവർക്കിടയിൽ അവരുടെ കൂടിച്ചേരലുകൾ, ഒത്തുചേരലുകൾ, അവർ പരസ്പരം കാണൽ, അല്ലെങ്കിൽ സംഭാഷണങ്ങൾ, ഫോൺ ചെയ്യൽ, ഇതൊക്കെ അവർക്ക് സന്തോഷം നൽകുന്ന സന്ദർഭങ്ങൾ നൽകുന്നു എന്നുള്ളത് കൊണ്ട് ആ ബന്ധം ആ രീതിയിൽ ഇങ്ങനെ ഒരു സൗഹൃദാത്മക ബന്ധം എന്ന് പറയാവുന്ന ഫ്രണ്ട്ഷിപ്പായി അതിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിലേഷൻ വിച്ച് പെർസിസ്റ്റ് ആസ് ഫാർ ആസ് ദ പ്ലഷർ എക്സിസ്റ്റ് ഫോർ ബോത്ത്. രണ്ട് പേർക്കും, രണ്ട് കക്ഷികൾക്കും, രണ്ട് വ്യക്തികൾക്കും ഒരേപോലെ സന്തോഷം കിട്ടുന്ന ഒരു കാലത്തോളം അതിങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ബന്ധം ക്ലാസ്മേറ്റ്സ്, ഗ്ലാസ്മേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ്മേറ്റ്സ് എന്നുള്ളത് 2 പേര് അല്ലെങ്കിൽ ഏതാനും പേര് ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു ബന്ധമാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ദോസ് ഹു ആർ സ്റ്റഡിയിങ് ഇൻ ദ സെയിം ക്ലാസ്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതേസമയത്ത് ഗ്ലാസ്മേറ്റ്സ് എന്ന് ഇപ്പം പറയുന്നത് ഈ ഒന്നിച്ച് മദ്യം പങ്കിടുക, അത് ലെഷറിൻ്റെ അല്ലെങ്കിൽ പ്ലഷറിൻ്റെ ഒരു പ്രത്യേക രംഗമാണ്. അത് ഒരു റിലേഷനാണ്. അതവിടെ ഒരു സൗഹൃദമായി മാറി ഒരു പ്രത്യേക രീതിയിലേക്ക് സ്ഥിരമായി അങ്ങനെയുള്ള ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അങ്ങനെയുള്ള റിലേഷൻ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നാട്ടുമ്പുറത്ത് കാണാൻ പറ്റും, അർബൻ ഏരിയയിലും ഉണ്ടാവാം. എവിടെയായാലും അങ്ങനെ ഒരു റിലേഷൻ എന്നുള്ളത് സമൂഹത്തിലൊരു യാഥാർത്ഥ്യമാണ്. അത് പല രീതിയിലായി ഞാൻ സാധാരണ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു റിലേഷൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലഷർ എന്നുള്ളത് നിർണ്ണയിക്കുന്ന, പ്ലഷറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ആഹ്ലാദിക്കാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി മാത്രം ആ സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങൾക്ക് ലൂടെ രൂപപ്പെടുന്ന ഒരു സൗഹൃദം അല്ലെങ്കിൽ ബന്ധം, ആ ഒരു ബന്ധത്തെക്കുറിച്ച് ആണ് രണ്ടാമതായി അരിസ്റ്റോട്ടിൽ പറയുന്നത്. മൂന്നാമതായി അരിസ്റ്റോട്ടിൽ പറയുന്ന ഒരു ബന്ധം ഈ വെർച്യു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ചാണ്. വെർച്യു, നന്മ. അതായത് നന്മയുള്ള ആളുകൾക്ക് തമ്മിൽ അവർക്കിടയിൽ ഒരു സൗഹൃദം വളർന്നു വരും, ബന്ധപ്പെടും. അത് ഈ സൗഹൃദ ബന്ധങ്ങളിൽ ഏറ്റവും മികച്ച ബന്ധമാണെന്നുള്ളതാണ്. മറ്റ് ബന്ധങ്ങൾ പോലെ തകരാത്ത ഒരു ബന്ധമാണ്. കാരണം അത് നന്മയിൽ അധിഷ്ഠിതമാണ്. അപ്പം നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധം, നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയും നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന മറ്റൊരു വ്യക്തിയും തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധം, അത് സാധാരണ എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ രീതിയിലുള്ള 2 വ്യക്തികൾ തമ്മിൽ ആ രീതിയിൽ ബന്ധപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ എത്തി ഒരേ സ്ഥലത്തോ ഒരേ സന്ദർഭത്തിലോ കണ്ടുമുട്ടുകയോ കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ ആശയവിനിമയത്തിന് സന്ദർഭം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കിടയിൽ രൂപപ്പെടുന്ന ഒരു ബന്ധത്തെ വെർച്യു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഉദാത്തമായിട്ടുള്ള കൂടുതൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സൗഹൃദാത്മകതയായിട്ടാണ് അരിസ്റ്റോട്ടിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ബന്ധങ്ങൾ, ഈ 3 തരത്തിലുള്ള ബന്ധങ്ങൾ മാത്രമാണോ സൗഹൃദാത്മകത നിർണ്ണയിക്കുന്നത് എന്ന ഒരു ചോദ്യം തീർച്ചയായും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ തരത്തിലുള്ള വർഗീകരണത്തെ തന്നെ സ്വീകരിക്കാത്തയും തിരസ്കരിക്കുന്നതും ദാർശനികരും അതുപോലെ തന്നെ വിമർശകരുമൊക്കെ പിൽക്കാലത്ത് രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ 3 തരത്തിലുള്ള സൗഹൃദം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല സൗഹൃദം എന്ന് നമുക്കറിയാം. പക്ഷേ അരിസ്റ്റോട്ടിൽ ചോദിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മൊണ്ടൈനിലൂടെ നമ്മുടെ ജാക്ക് ഡെറിഡയുടെ പൊളിറ്റിക്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പിൽ എത്തി നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അത് സുഹൃത്തുക്കളെ, ഇവിടെ ആരും സുഹൃത്തുക്കളല്ലേ, ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറയുമ്പം സുഹൃത്തുക്കളെ എന്ന് നമ്മളെല്ലാം സാധാരണ സംസാരിക്കുമ്പോൾ പൊതുവായിട്ടുള്ള വേദികളിലൊക്കെ ആരായാലും സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധന ചെയ്യും. പക്ഷേ ഈ അഭിസംബോധന എല്ലാവരും സുഹൃത്തുക്കളാണ് എന്ന സങ്കല്പത്തിലാണ്. അതേസമയത്ത് എല്ലാവരും സുഹൃത്തുക്കളല്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇതിൻ്റെ ഒരു ഡയലമ അല്ലെങ്കിൽ ഇതിലെ നിലനിൽക്കുന്ന ഒരു പാരഡോക്സ് അതുകൂടി സൂചിപ്പിക്കുകയാണ് അരിസ്റ്റോട്ടിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കുറച്ചുകൂടി സങ്കീർണത പ്രകാശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ജാക്ക് ഡെറിഡ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കൃതിയിലൂടെ ചെയ്യുന്നത്. കാരണം നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ട ഈ സൗഹൃദാത്മകത എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടാവണം? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം നമ്മളിപ്പോൾ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം നല്ല അടുപ്പമുള്ള, നല്ല ബന്ധമുള്ള, എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ അല്ലെങ്കിൽ ഗുണകാംക്ഷികളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ആ അർത്ഥത്തിൽ ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ സൗഹൃദത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള
തലങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള വേറെ ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ രതീഷിൻ്റെ പുസ്തകങ്ങളിൽ, പി കെ രതീഷിൻ്റെ പുസ്തകങ്ങളിൽ ചിത്രീകരിക്കുന്നത്. രതീഷിൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന അനുഭവം എന്നുള്ളത് ഈ ഡോക്ടർ പി കെ രതീഷിൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം മാത്രമല്ല. എന്നാൽ അത് എല്ലാവരുടെയും അനുഭവം ആയിക്കൊള്ളുന്നില്ല. കാരണം പി കെ രതീഷ് ഇതിൽ പ്രശ്നവൽക്കരിക്കുന്നത് ഈ സൗഹൃദത്തിൻ്റെ മുഖം മൂടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സുഹൃത്തുക്കളാണ് എന്ന് തോന്നുകയും എന്നാൽ സുഹൃത്തുക്കളല്ലാതെ ആയി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് സുഹൃത്തുക്കളെ ഇവിടെ ആരും സുഹൃത്തുക്കളായിട്ടില്ലേ എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പും അരിസ്റ്റോട്ടിലും ചോദിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളിപ്പോൾ ഒരു 10 ആൾ കൂടി ഇരിക്കുമ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുകയും നമ്മൾ ചില കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻറ്റിമസി, ഒരു സൗഹൃദാത്മകത എവിടെയെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ കാണുന്നില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഉത്കണ്ഠയാണ്. വാസ്തവത്തിൽ അത് എപ്പോഴും അത്തരത്തിലുള്ളൊരു സാധ്യത സൗഹൃദത്തിൽ തന്നെ ഇല്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡെറിഡ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഡെറിഡ ചോദിക്കുന്നത്, രതീശൻ പറയുന്നത്, ഡെറിഡ ഉൾപ്പെടെ അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെയുള്ള ദാർശനികരെ സംബന്ധിച്ചിടത്തോളം സാർവലൗകികമായ ദാർശനിക പരിപ്രേക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നന്മതിന്മയെ സംബന്ധിക്കുന്ന, നീതിയെ സംബന്ധിക്കുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളാണ്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി നമ്മൾ എംപിരിക്കലായിട്ടുള്ള എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ലിവിങ് റിയാലിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട് ലിവിങ് റിയാലിറ്റീസുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് യഥാർത്ഥത്തിൽ അവരും ചർച്ച ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. പക്ഷേ അതിൻ്റെ ഒരു ഡയമെൻഷൻ, ഫിലോസഫിക്കലായ ഒരു ഡയമെൻഷൻ നൽകുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത വിസ്തൃതമാകുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ രതീശൻ അങ്ങനെ പറയുന്നതിനൊരു വസ്തുനിഷ്ഠ സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ദാർശനികമായ പരിപ്രേക്ഷ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും പലപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പിലെ ഈ അടുപ്പമില്ലായ്മ, ഈ 2 കാറ്റഗറിയിലും പ്രവർത്തിക്കുന്ന ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവിടെ രതീശൻ കാണുന്നത് നമ്മളുടെ ഹോസ്റ്റലിൽ ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ ഒന്നിച്ചിരുന്ന് വളരെ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്ന ആളുകൾ, വലിയ സൗഹൃദം കാണിക്കുന്ന ആളുകൾ മാറിയിരുന്ന് സംസാരിക്കുന്നത് മറ്റൊന്നായി തീരുക എന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ട്രോമകൾ അല്ലെങ്കിൽ മുറിവുകൾ അല്ലെങ്കിൽ വേദനിക്കുന്ന ഓർമ്മകൾ, അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ, അതൊക്കെ കൂടിയാണ്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് അതിപ്പോൾ ഇന്നത്തെ ഒരു കോണ്ടസ്റ്റിൽ പ്രത്യേകിച്ച് ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യയും തുടർന്ന് അവിടെ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനിടയായിട്ടുള്ള, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാനിടയായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രസക്തമായി നമുക്ക് അനുഭവപ്പെടും. വ്യക്തി തലത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മറ്റൊരു മറുവശം ആണ് ഞാൻ കൂടുതലായി എൻ്റെ കൃതിയിലുടനീളം പ്രവർത്തിക്കുന്നത്. കാരണം സൗഹൃദാത്മകതയുടെ ഈടുറ്റ അവസ്ഥകൾ, അതിൻ്റെ ഗാഢമായിട്ടുള്ള കെട്ടിപ്പുണരുന്ന, മരണത്തിൽ പോലും ഉപേക്ഷിക്കാത്ത ബന്ധങ്ങളുടെ ചില സാക്ഷ്യപ്പെടുത്തലുകൾക്കാണ് ഞാൻ എൻ്റെ ഇവിടെ കാണിച്ച ഈ പുസ്തകത്തിൽ ഊന്നൽ കൊടുത്തത്. അതേസമയത്ത് രതീശൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഈ ഒരു കാര്യം ഇന്നത്തെ ഒരു കോണ്ടസ്റ്റിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇന്ത്യൻ കോണ്ടസ്റ്റിൽ, നമ്മുടെ വർത്തമാന സാഹചര്യത്തിനകത്ത് മറ്റു രീതിയിൽ കൂടുതൽ പ്രസക്തമാകുന്നത് പോലെ എനിക്ക് സ്വയം തന്നെ തോന്നുന്ന അതിൻ്റെ ഒരു പ്രധാന കാരണം അടുത്ത കാലത്ത് ഈ നിതിൻ രാജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു വിദ്യാലയത്തിൽ മിക്കവാറും ഏത് ഒരു വിദ്യാർത്ഥിയായാലും ശരി, ഈ ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകൾ ചെയ്യുന്നാലും ശരി ഒക്കെ അവരുടെ ഒരു നിസ്സഹായതയാണല്ലോ കാണിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരാൾ പോയിട്ട് അവരതുവരെ കൊണ്ടു നടക്കുന്ന എല്ലാ സംഭവവും
സ്വയം അവസാനിപ്പിക്കില്ലല്ലോ. അപ്പോൾ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു കുടുംബിനി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കുട്ടികൾ പോലും ചില പ്രത്യേക ഏരിയകളിൽ ഈ ഈ കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ലൈംഗിക ചൂഷണമൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അടുത്ത കാലത്ത് നമ്മൾ കുറേ അധികം കേൾക്കാനിടയായി. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പം അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഈ സൗഹൃദാത്മകതയുടെ ഒരു അഭാവം കൂടിയാണ്. ഇപ്പം നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ഈ ഒരു അധ്യാപകൻ്റെ അവമാനത്തെ നേരിടാൻ വലിയ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ 10,000-14,000 രൂപ എന്നുള്ളത് ഇന്നത്തെ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഒരു സാമ്പത്തിക സമൃദ്ധി എന്ന് പറയാം. കാരണം ലക്ഷങ്ങൾ കൊടുത്ത് കോയ കൊടുത്തൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിലാണ് ആ പാവം വിദ്യാർത്ഥിയും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത്രമാത്രം സമൃദ്ധിയൊക്കെ ഉള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒട്ടനവധി ആളുകൾ അധ്യാപകരായും വിദ്യാർത്ഥികളും ആയി ഉള്ളൊരു സ്ഥാപനത്തിൽ ഈ പറയുന്ന തുച്ഛമായ ഒരു സംഖ്യ കാരണം ഒരാൾ ആത്മഹത്യയിലേക്ക്, അയാൾക്ക് മറ്റ് രോഗങ്ങളുണ്ട്, അതിനൊന്നും യാതൊരു തെളിവും ഇന്ന് വരെ വന്നില്ല. അങ്ങനെ പേരിനെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു നമുക്കറിയാം. പക്ഷേ അങ്ങനെ യാതൊരു തരത്തിലുള്ള സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എവിടെയും കേട്ടുകേൾവി പോലും ഇല്ല. വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ദൃഢചിത്തനായി കാണപ്പെട്ടിട്ടുള്ള, വളരെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ടിരുന്ന, പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു നിസ്സഹായ അവസ്ഥ ഈ സൗഹൃദവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ബന്ധം എന്നുള്ളത്, സൗഹൃദാത്മക ബന്ധം എന്നതിന് തടസ്സമാകുന്ന രതീഷ് പറയുന്നത് ക്യാമ്പസുകളിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ്. അത് ഒരു 80കൾക്ക് ശേഷം വളരെ കൂടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു കാരണം ഈ അസ്പൃശ്യം, നമ്മൾ കാസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് തന്നെയാണല്ലോ. കാരണം ഈ അസ്പൃശ്യത എന്നുള്ളത്, അൺടച്ചബിലിറ്റി എന്നുള്ളത്, നമ്മൾ ഔട്ട്കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഇതുമായിട്ടുള്ള പദാവലികൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുറത്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പുറത്ത് നിർത്തുക എന്ന ഒരു പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എത്രമാത്രം വേദനാജനകമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ നാട്ടിൽ പോലും ബലാത്സംഗം ചെയ്യാനും വെടിവെച്ച് കൊല്ലാനും ആഹ്വാനം ചെയ്യുന്ന അവസ്ഥ നിലനിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജന്തർ സമരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്നുള്ളത് അപരവൽക്കരണം എന്നുള്ള, ഈ അന്യനാക്കി മാറ്റി നിർത്തുന്ന, അപരനാക്കി മാറ്റി നിർത്തുന്ന, ഔട്ട്കാസ്റ്റാക്കി മാറ്റുന്ന അസ്പൃശ്യതയുടെ ഒരു യുക്തി, ഒരു ലോജിക്ക്, ഒരു നിയമം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കുന്ന ഒരു മതിൽ ആണ്. ആ മതിൽ അവിടെയാണ് ഈ ബ്രാക്കറ്റിനകത്തും ബ്രാക്കറ്റിന് പുറത്തും എന്ന ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങളാൽ ഈ സൗഹൃദം എന്നുള്ളതും നമ്മുടെ സാമൂഹികമായ, രാഷ്ട്രീയമായ, സാംസ്കാരികമായ സാഹചര്യങ്ങളുമായി ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സുഹൃത്തുക്കളാവുന്നു, അതിന് എന്ത് സാമൂഹിക സാഹചര്യം എന്ന് ചോദിക്കാം. പക്ഷെ സാമൂഹിക സാഹചര്യമുണ്ട്. ഈ സൗഹൃദത്തിൽ എത്തിപ്പെടുന്നത് കൂടെ നടക്കുന്നവർ കൂട്ടുകാർ എന്നാണല്ലോ പറയുക, കമ്പാനിയൻ, ഒന്നിച്ച് നടക്കുന്ന ആൾ, അതാണല്ലോ കമ്പാനിയൻ. അപ്പോൾ ഈ ഒന്നിച്ച് നടക്കുന്ന, കൂടെ നടക്കുന്ന ആളുകൾ കൂട്ടുകാരായി മാറും. പക്ഷേ ഒന്നിച്ച് നടക്കുമ്പോൾ കൂട്ടുകാരാവാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമ്മൾ സത്യസന്ധമായി ചോദിക്കുകയാണെങ്കിൽ അവരുടെ കൂട്ടിൽ എവിടെയോ ഒരു കലർപ്പിനെ സംബന്ധിക്കുന്ന ഒരു ബോധ്യം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ രണ്ട് ഹൃദയങ്ങൾ എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ കഥയിൽ ബഷീർ ഈ ഒരു സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ രണ്ടുപേര് രണ്ട് മതക്കാരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അകൽച്ചയാണ്. ഉത്തരേന്ത്യൻ ഗ്രാമത്തിലുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ രചിക്കപ്പെട്ട ഒരു ചെറിയ കഥയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പോൾ ഈ അവിടെ യഥാർത്ഥത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അടുത്തു വന്നു. കാരണം അവർക്ക് തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക്
പരസ്പരം സംസാരിക്കാൻ താല്പര്യമുണ്ട്, ഒരുപക്ഷെ ഒന്നിച്ച് ജീവിക്കാൻ പോലും താല്പര്യമുണ്ടാകും. പക്ഷേ ഈ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും അവിടെ പെട്ടെന്ന് തന്നെ ഒരു മതിൽ തീർക്കുന്നത് പ്രത്യയശാസ്ത്രമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അരിസ്റ്റോട്ടിൽ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അരിസ്റ്റോട്ടിൽ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് ആ ഒരു കാലത്തിൻ്റെയും ആ ഒരു അന്വേഷണ പരിസരത്തിൻ്റെയും പരിമിതിയാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് നമുക്കറിയാൻ ആവുന്ന ഒരു വസ്തുത, നമ്മൾ സൗഹൃദം ഉൾപ്പെടെ ഏത് ബന്ധങ്ങളിലും പ്രത്യയശാസ്ത്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം പ്രത്യയശാസ്ത്രം എന്നുള്ളത് നമ്മളെ കാഴ്ചയും കാഴ്ചപ്പാടും നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. ഒരു കല്ല് വെറൊരു കല്ലാണ്, പക്ഷേ അതിന് നമ്മൾ ചില പ്രക്രിയകളൊക്കെ നടത്തി കോൺസിക്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ, പിന്നെ അത് സാധാരണ ഒരു കല്ലിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ആളുകൾ ആരാധിക്കുന്ന ഒരു മൂർത്തിയായി പെട്ടെന്ന് പരിണമിക്കുകയാണ്. ഇത് എവിടുന്ന് വരുന്നൊന്നുമല്ലല്ലോ, ഇത് എവിടുന്ന് എടുക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആ രീതിയിലൊരു ചെറിയ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങളൊക്കെ നടത്തി ഇങ്ങനെ ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നീട് അതിൻ്റെ ഈ ഐഡിയോളജിക്കലി അതിനെ ആ രീതിയിൽ പ്ലേസ് ചെയ്യുന്നതോടുകൂടി പ്രത്യയശാസ്ത്രത്തിനകത്ത് അങ്ങനെ ഒരു സ്ഥാനം അതിന് ലഭിക്കുന്നതോടുകൂടി അതിനുണ്ടാവുന്ന മാറ്റം, ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഇയാൾ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാവുമ്പോൾ പെട്ടെന്നൊരു അസ്പൃശ്യത ഉണ്ടാവുന്നത്, അയാളുടെ അടുത്ത് സംസാരിക്കുന്നത് ഒരു തരത്തിലും മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മറ്റൊരു രീതിയിലും ആയി മാറുന്നത്, അതുവരെ ഒന്നിച്ച് ചായ കുടിക്കുകയും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് നോട്ട് പങ്കിടുകയും ചെയ്ത ആൾ തന്നെ മാറിയിരുന്ന് മറ്റു ചില കാര്യങ്ങൾ മറ്റു രീതിയിൽ സംവദിക്കുമ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ആകുലത, അസ്വസ്ഥത, അത് നമുക്ക് ഇന്നത്തെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പരിസരം വിശദീകരിക്കുന്ന ഒരു സന്ദർഭമാക്കി യഥാർത്ഥത്തിൽ പി കെ രതീഷ് ഇതിൽ മാറ്റുന്നുണ്ട്. അത് തീർച്ചയായും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ഫ്രണ്ട്ഷിപ്പ് ബ്രാക്കറ്റിനകത്തും പുറത്തും എന്നുള്ള ഇപ്പോൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ആണ് ഇതിൻ്റെ ആദ്യ പതിപ്പ് അല്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ള പ്രസിദ്ധീകരണം നടന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ സൗഹൃദത്തെക്കുറിച്ചുള്ള അരിസ്റ്റോട്ടിലെ സംഭാഷണത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സൂചനകളിലൂടെ അരിസ്റ്റോട്ടിൽ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം യഥാർത്ഥത്തിൽ സൗഹൃദം അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്ന സൗഹൃദത്തിലേക്ക്, അത് ഹയസ്റ്റ് ഫോം ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു അവസ്ഥയാണ്. അത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള, അത് യഥാർത്ഥത്തിൽ ആ തലം ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥയും മതങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഈ തരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവാം. അവിടെ ഈ നൈതികതയുടെ, നീതിബോധത്തിൻ്റെ, നന്മയുടെ യഥാർത്ഥമായ ഒരു പരിസരത്തിലേക്ക് ഒരു വ്യക്തി കടക്കുകയാണെങ്കിൽ അത്തരത്തിൽ കടന്നിട്ടുള്ള വ്യക്തികൾക്കിടയിൽ ഈ തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ നമ്മളെ ലോകത്തൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നൊരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥക്കകത്ത് തന്നെയാണ് ഇവിടെ പല മതങ്ങൾ, പല ജാതികൾ, പല ഭാഷകൾ, ഇതൊക്കെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇതിനകത്തും ഇതെല്ലാം ഭേദിച്ചുകൊണ്ടുള്ള സൗഹൃദങ്ങൾ, ഒട്ടനവധി സൗഹൃദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് പലപ്പോഴും അസാധ്യമായിത്തീരുന്നത് ഈ പറയുന്ന അസ്പൃശ്യതയുമായി ബന്ധപ്പെടുന്ന അൺടച്ചബിലിറ്റിയും. ഇന്ന് നമ്മൾ അസ്പൃശ്യതയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പഴയതുപോലെ പരസ്യമായി തന്നെ നമുക്ക് ഉണ്ണി മാധവൻ്റെ നോവലിൽ പറയുന്നത് പോലെ, ആനന്ദതീർത്ഥൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെടുന്നത് പോലെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒച്ചാട്ട് പോലുള്ള സമ്പ്രദായങ്ങളോ അതൊന്നും അത്ര എളുപ്പമല്ല. പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസം പോലും ഈ മലയാള യൂണിവേഴ്സിറ്റിയിലെ, ഈ തിരൂരിലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് അധികാരികൾക്കൊക്കെ സമർപ്പിച്ച ഒരു പരാതിയുടെ വാർത്ത വായിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ അവൾ പറയുന്ന, അധ്യാപകൻ ഇപ്പോഴും അവളെ ജാതി
വിളിച്ചധിക്ഷേപിക്കുകയും അവളെ കറുത്തവളാണ് എന്ന രീതിയിൽ പലപ്പോഴും പരാമർശിക്കുകയും ഗവേഷണ വിദ്യാർത്ഥിയായിട്ടും ഗവേഷണത്തിന് ഊന്നൽ കൊടുക്കുന്നതിന് പകരം അവളുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ അവളുടെ ഗവേഷകരുടെ റൂം, അതുപോലുള്ള പരിസരം ഇതൊക്കെ വൃത്തിയാക്കുന്ന, ശുചിയാക്കുന്ന, ക്ലീൻ ചെയ്യുന്ന ജോലിയൊക്കെ അവളെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആ കുട്ടി ഇപ്പോൾ 2-3 ദിവസത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണിത്. വളരെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ ഗാഢമായ ഒരു സൗഹൃദത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കാരണം സൗഹൃദമേ ഇവിടെ സാധ്യമല്ലേ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ജാക്ക് ഡെറിഡ തന്നെ ഉദ്ധരിക്കുന്ന സിസറോയുടെ ഒരു ഉദ്ധരണിയുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത്, മരണത്തിൽ പോലും ഉപേക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സൗഹൃദാത്മകത അപൂർവമായി രൂപപ്പെടാറുണ്ട്. ആ ഒരു സൗഹൃദാത്മകതയാണ് വാസ്തവത്തിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആ ഒരു രീതിയിലേക്ക്, അതിപ്പോൾ നമ്മളിപ്പോൾ അസാധ്യമായതൊന്നുമല്ല എന്നുള്ളത് ഞാൻ എൻ്റെ കാഴ്ചയുടെ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട് ഒരു സന്ദർഭം, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ആരും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു സുഹൃത്ത് വരികയും, അത് ഞാൻ ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്, മറ്റ് ചില സന്ദർഭങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അത് എന്നെ എപ്പോഴും പിന്തുടരുന്ന ഒരു ഓർമ്മയാണ്. കാരണം ചില ഓർമ്മകൾ അങ്ങനെയാണല്ലോ, നമ്മളത് ആവർത്തിച്ച് പറയുന്നത്, നമ്മളതിങ്ങനെ ഒന്നുകിൽ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പിന്തുടരും, അല്ലെങ്കിൽ അത് നമ്മൾക്കൊരു ആവേശം പകരുന്ന രീതിയിൽ പിന്തുടരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൗഹൃദാത്മകത എന്നുള്ളതിൻ്റെ ഒരു ഗാഢത, അതിൻ്റെ ഒരു ദൃഢത, അതിൻ്റെ ഒരു അനിവാര്യമായ അൺബ്രേക്കബിളായിട്ടുള്ള ഒരു ചരട് ഞാൻ അവിടെ കാണുകയുണ്ടായി. കാരണം അവിടെ യഥാർത്ഥത്തിൽ മരിച്ചുപോയി മറവ് ചെയ്യപ്പെട്ട് ഒരിക്കലും ഈ ആ മറവ് ചെയ്ത സ്ഥലത്ത് വന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് കാണാനിടയില്ലാത്ത, ഒരു തരത്തിലും ഒരേ വിശ്വാസം പങ്കിടാത്ത 2 വ്യക്തികൾ. ഒരാൾ ഗോവിന്ദൻ നമ്പ്യാരാണ്, മറ്റേയാൾ കുഞ്ഞമ്മദ് ഹാജിയാണ്. ഈ രണ്ടാളും 2 വ്യക്തികൾ, 2 രീതിയിൽ ജീവിക്കുന്ന ആൾ, 2 പ്രാർത്ഥനകൾ, 2 ആരാധനകൾ, 2 വിശ്വാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. പക്ഷേ അവർ തമ്മിൽ ഞാനിങ്ങനെ എൻ്റെ കൺമുമ്പിലൂടെ കണ്ടിട്ടുള്ള സൗഹൃദം മരണാനന്തരവും തുടരുമ്പോൾ, ഈ പുസ്തകങ്ങൾ യാദൃശ്ചികമായി വായിക്കാനിടയായപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കുറച്ചുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്ക് എനിക്ക് സന്ദർഭം നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു പുസ്തകം എന്നിൽ നിന്ന് വരാനുണ്ടായിട്ടുള്ള സാഹചര്യം. തീർച്ചയായും അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, സൗഹൃദം എന്നുള്ളത് നമ്മൾ നമ്മുടെ ദേശവുമായി ബന്ധപ്പെട്ടും ദേശത്തിനകത്ത് നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അതീശത്വവുമായി ബന്ധപ്പെട്ടും ചേർത്ത് വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പരികല്പനയാണ്. അതേസമയം ഇതേ ദേശത്തിനകത്തും ഇതേ പ്രത്യയശാസ്ത്ര അതീശത്വം നിലനിൽക്കുന്ന പരിസരങ്ങളിൽ പോലും വ്യക്തികളുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ, മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ വെച്ച് പുലർത്തുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പാലം, ഒരു ബന്ധം, ഒരു തരത്തിലുള്ള അടുപ്പം, ഇൻറ്റിമസി എന്നുള്ളത് സാധ്യവുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ അന്ധമായ രീതിയിലേക്ക് സമൂഹത്തെ ഒന്നടങ്കം അങ്ങനെ വ്യവച്ഛേദിച്ച് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ആളുകളെ വെടിവെച്ച് കൊല്ലണമെന്നും ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ പറയുന്നോ ചിന്തിക്കുന്നോ ഒറ്റപ്പെട്ട ആളുകൾ ഈ സമൂഹത്തിൽ പല കാരണങ്ങളാൽ നിലനിൽക്കുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, അതൊന്നുമല്ല ശരിയെന്ന് വിശ്വസിക്കുന്ന, അതൊന്നും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ
എന്ന് പറയുന്നതിൽ തന്നെ പരിമിതി ഉണ്ട്. കാരണം മൃഗങ്ങൾ പോലും ഈ രീതിയിൽ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവുമെന്ന്. മൃഗങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ട്, കൃത്യമായി അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ടും നമ്മളെ പലപ്പോഴും പിന്തുടരുന്ന രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ്, നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ, നിയമങ്ങളുടെ വൃത്തത്തിനകത്തുള്ള പരികൽപ്പനകളൊന്നും മൃഗങ്ങളുടെ ലോകത്ത് അതേ രീതിയിൽ ആപ്ലിക്കബിളായി കാണാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നു എന്ന് മാത്രം. അത് എത്രമാത്രം പൊളിറ്റിക്കലി കറക്റ്റാണ് എന്നുള്ളത് ഇനിയും ചരിത്രം തെളിയിക്കേണ്ട വസ്തുതയാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് ഈ പരിമിതമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിനകത്ത് പോലും യഥാർത്ഥമായ സൗഹൃദം എന്നുള്ളത് സാധ്യമാണ്. അതിൽ അരിസ്റ്റോട്ടിൽ പറയുന്ന നന്മ എന്നുള്ളത്, വെർച്യു എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. കാരണം നന്മ അല്ലെങ്കിൽ വെർച്യു എന്നുള്ളത് ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥക്കകത്തോ അല്ലെങ്കിൽ മതസങ്കുചിതത്തിനകത്തോ മനുഷ്യനെ അകറ്റുന്നത് അയാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഘടകം കൊണ്ട് തന്നെ അയാളും മറ്റൊരാളുമായുള്ള ബന്ധം നിർണയിക്കുന്ന അതീശ പ്രത്യയശാസ്ത്രത്തെ അവർ പരസ്പരം ഉള്ള ബന്ധത്തിനകത്ത് അവർ മറികടക്കുകയും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലുള്ള അവരുടെ മൊത്തത്തിലുള്ള പരിപ്രേക്ഷ്യം തന്നെ അല്ലെങ്കിൽ കാഴ്ചപ്പാട് തന്നെ ആ രീതിയിൽ മാറ്റപ്പെടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ നന്മയെ സംബന്ധിക്കുന്ന, സത്യത്തെ സംബന്ധിക്കുന്ന, സാമൂഹികമായ നീതിയെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുമായി, നമ്മുടെ നിലപാടുമായി, നമ്മുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പൂർണ്ണ സമയം അദ്ദേഹത്തിൻ്റെ മാത്രം നേട്ടം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നേട്ടം, അദ്ദേഹത്തിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങൾ, ഇതാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സമർപ്പണം സമൂഹത്തിലാണ് അല്ലെങ്കിൽ രാഷ്ട്രചരീരത്തിൻ്റെ ഭാഗമായാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം മറിച്ച് അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ ജീവിയായി മാറുന്നത് അദ്ദേഹം രാഷ്ട്രശരീരത്തിൻ്റെ ഭാഗമായി മാറുകയും ആ രാഷ്ട്രശരീരത്തിലെ എല്ലാ മനുഷ്യരെയും എല്ലാവരെയും ഒന്നിച്ച് കാണാനുള്ള അല്ലെങ്കിൽ ഒരുപോലെ കാണാനുള്ള ഈ കടത്തിണ്ണയിൽ ഉറങ്ങുന്ന മനുഷ്യനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നിഷ്കളങ്കനായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളെ പോലെ വേവലാതിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന, അസ്വസ്ഥമാകുന്ന മാനസികാവസ്ഥ ഉള്ളവരും ആയിത്തീരുക എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലാണ് സൗഹൃദം എന്നുള്ളത് യഥാർത്ഥത്തിൽ വെർച്യു കേന്ദ്രിതമായിട്ടുള്ള. അപ്പോൾ അവിടെ നമുക്ക് സന്തോഷം ഉണ്ടാവും, അവിടെ നമുക്ക് യൂട്ടിലിറ്റി ഉണ്ടാവും. തീർച്ചയായും യൂട്ടിലിറ്റി എന്നുള്ളത്, ഉപയോഗം എന്നുള്ളത്, പ്രയോജനം എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണല്ലോ. കാരണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യം തന്നെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പണ്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവിടെ ഈ സൗഹൃദം എന്നുള്ളത്, ചങ്ങാത്തം എന്നുള്ളത്, മൈത്രി എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ വാക്കുകൾ മാത്രമല്ല, മറിച്ച് അത് മനുഷ്യൻ്റെ ബന്ധത്തിൽ പ്രവർത്തിക്കേണ്ട മാനവികതയുടെ വിശാലമായ ലോക നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയമാണ്, ഒരു പരികൽപ്പനയാണ്. അത് തത്വചിന്തയുടെ ഭാഗമായിത്തീരുന്നത് തീർച്ചയായും അതിന് ഒരു സാർവലൗകിക മാനവും, അതിന് ഓരോ പ്രദേശത്തും ഓരോ ദേശത്തും ഓരോ വിദ്യാലയത്തിലും അതിൻ്റേതായിട്ടുള്ള പരിമിതമായ ഇടവും, ഇത് രണ്ടും ഒരേ സമയത്ത് ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഏത് കാര്യങ്ങളെയും പോലെ അതിൻ്റെയും വൈരുദ്ധ്യാത്മകമായ ഒരു സാധ്യതയാണ്. കാരണം ഒരു കാര്യം പ്രാദേശികമായി ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട്
അതിലുണ്ടാവേണ്ട മാറ്റം എന്നുള്ളത് സാർവത്രികമായ മാനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം സാർവത്രികമായി നമ്മളിപ്പം കറുത്തവരും വെളുത്തവരും എന്നുള്ള വിവേചനം, അല്ലെങ്കിൽ ആൺ പെൺ എന്നുള്ള വിവേചനം, ഇതൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതാണല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം ലിംഗവിവേചനത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ റൂസോ ധാരാളം സ്ത്രീ സുഹൃത്തുക്കളുള്ള ആളായി. ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ വലിയ പ്രചോദനം കൊടുത്തിട്ടുള്ള മനുഷ്യർ ജനിച്ചു വീഴുന്നത് തന്നെ സ്വതന്ത്രമായിട്ടാണ്, എങ്കിലും അവൻ ചങ്ങലകളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂസോ ധാരാളം സ്ത്രീ സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ത്രീ സൗഹൃദവുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പരദൂഷണം അന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും നടന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം കേന്ദ്രീകരിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള പലരും പല ബയോഗ്രാഫികളിലും രേഖപ്പെടുത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ളത്, ജെൻഡർ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാസ്റ്റ് പോലെ തന്നെ ബന്ധപ്പെട്ട മറ്റൊന്നാണ്. അപ്പോൾ ഈ ജെൻഡറുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ത്രീ പുരുഷ സൗഹൃദം എത്രത്തോളം സാധ്യമാണ് അല്ലെങ്കിൽ അസാധ്യമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അവിടെ ഒന്ന് മുകളിലും ഒന്ന് താഴെയും എന്ന രീതിയിലേക്കുള്ള ഈ ഉച്ചനീചത്വം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ എന്നുള്ളത് പലപ്പോഴും ഇരകൾ ആക്കപ്പെടുന്നു, ഇര എന്ന് പറയുകയും അവരുടെ പേര് പോലും പരാമർശിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ നിഷ്കർഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം സ്ത്രീകളെ ആ രീതിയിൽ മാത്രം പരിഗണിക്കുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്ന ഒരു വ്യവസ്ഥക്കകത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ്. സ്ത്രീ പുരുഷ തുല്യത എന്നുള്ളത്, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത്, ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള ലിംഗസമത്വമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലിംഗസമത്വം എന്നുള്ളത് നമ്മൾ സമൂഹത്തിൽ ആ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ലോകത്താണെങ്കിൽ അവിടെ നീതിയാണല്ലോ പ്രവർത്തിക്കുന്നത്. അവിടെ ജസ്റ്റിസ്, നീതി എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് നീതി മാത്രമാണ് യഥാർത്ഥത്തിൽ അവതർപ്പിക്കപ്പെടാൻ പറ്റാത്ത ഒരേ ഒരു പദം എന്ന അർത്ഥത്തിൽ ഒരു പരാമർശം ഒരു സന്ദർഭത്തിൽ ജാക്ക് ദെർദ നടത്തുന്നുണ്ട്. കാരണം നമുക്ക് നീതി എന്നുള്ളത് നമ്മൾ യഥാർത്ഥമായി നടപ്പിലാക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയിൽ അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ളത് നമുക്ക് ഈ ഇന്നത്തെ രീതിയിൽ പ്രതിപാദിക്കേണ്ടി വരികയോ ഇന്നത്തെ രീതിയിൽ കാണുകയോ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദം നാട്ടിൽ പരദൂഷണമായി പ്രചരിക്കുന്നു എന്നുള്ളത്, ആ രീതിയിൽ പല ദുഷിപ്പുകളും പ്രചരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇതിൻ്റെ ഒരു സാധ്യത ചൂഷണ കേന്ദ്രിതമായിട്ടുള്ള പുരുഷാധിപത്യ പ്രവണതകളിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും സംശയദൃഷ്ടിയോടുകൂടി ആളുകൾ നോക്കുന്ന, കാണുന്ന, പരിഹസിക്കുന്ന അല്ലെങ്കിൽ അടക്കം പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും അനീതി കേന്ദ്രിതമാണ്. അപ്പോൾ അനീതി എന്നുള്ളത് നമ്മുടെ ക്യാമ്പസുകളിൽ ഈ പറയുന്ന ജാതി വിവേചനം ഉണ്ടാവുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അനീതിയെ ന്യായീകരിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ അനീതിയെ ന്യായീകരിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളത്, അവരെ മുഴുവൻ ഇല്ലാതാക്കുക എന്നല്ല, അവരുടെ ആ രീതിയിലുള്ള ചിന്തകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിൽ സമൂഹങ്ങൾ വളരുക എന്നുള്ളത്, നമ്മുടെ ക്യാമ്പസുകൾ അങ്ങനെ മാറുക എന്നുള്ളതാണ്. നമ്മുടെ ക്യാമ്പസുകൾ സർഗാത്മകമായി സംവാദാത്മകമായി വികസിക്കുകയും സർഗാത്മക സംവാദങ്ങൾ സാധ്യമാകുന്ന ഇടങ്ങളായി മാറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഈ രതീശൻ പറയുന്ന രീതിയിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന, നമ്മുടെ സൗഹൃദങ്ങളിൽ ഈ പറയുന്ന ബ്രാക്കറ്റുകൾ പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ബ്രാക്കറ്റുകളെ നമുക്കെങ്ങനെ ബ്രാക്കറ്റ് ചെയ്ത് സത്യത്തിലേക്ക് പോവുക എന്നത് പാതിഭാസിക വൈജ്ഞാനികത്തിലേക്ക്, അത് പിന്നീട് ഞാൻ ആ സന്ദർഭം വരുമ്പോൾ അതിലേക്ക് വരാം. ഇവിടെ ബ്രാക്കറ്റുകളെ മുഴുവൻ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്തേക്ക് ചുരുങ്ങി വരികയല്ല, മറിച്ച് എല്ലാ ബ്രാക്കറ്റുകളെയും ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ മാനവികമായ കാഴ്ചപ്പാടിനെ നീതിയിലധിഷ്ഠിതമായിട്ടുള്ള, നന്മയിലധിഷ്ഠിതമായിട്ടുള്ള
ഒരു കാഴ്ചപ്പാടാക്കി വളർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മായ ബന്ധങ്ങൾക്ക് മരണത്തിൽ പോലും വേർപിരിയാൻ പറ്റാത്ത, മരണാനന്തരം പോലും പിന്തുടരുന്ന ഒരു ഗാഢത, ആഴവും പരപ്പും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മരിച്ചു പോയവരെ ആലോചിച്ച് വേവലാതിപ്പെടുന്നത്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നവരിൽ അത്രയും നന്മ പലപ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ മരിച്ചുപോയ മനുഷ്യർ, രക്തസാക്ഷികളായ മനുഷ്യർ, മൺമറഞ്ഞു പോയ ആളുകൾ, അവർ പലപ്പോഴും നമ്മളെ പിന്തുടരുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലോകത്ത് അവരെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒട്ടനവധി ഈ റീലുകളായിട്ടും യൂട്യൂബ് ചാനലുകളായിട്ടും അതുപോലെ തന്നെ പ്രബന്ധങ്ങളായിട്ടും ഒക്കെ യുദ്ധങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യർ, അകാരണമായി ബോംബ് വർഷിക്കപ്പെട്ട് ബുൾഡോസറുകൾ വന്ന് തകർത്ത് മരിച്ചുപോയ ഗാസയിലെ കുഞ്ഞുങ്ങളെപ്പറ്റി ഒക്കെയുള്ള ഒട്ടനവധി രചനകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മരണാനന്തരമുള്ള ഈ സൗഹൃദാത്മകമായ ബന്ധം നമ്മൾ ആരുമല്ല, ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ സാധ്യമാകുന്ന ഒരു ബന്ധം മാത്രമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി മനുഷ്യർക്ക് മനുഷ്യരോട് തോന്നുന്ന ഒരു ഗാഢമായ ഒരു ബന്ധമാണ്. അതിൽ യഥാർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം അവിടെ മനുഷ്യർ ഗോതമ്പായിരിക്കും ഭക്ഷണം, ഇവിടെ മനുഷ്യർക്ക് അരിയായിരിക്കും ഭക്ഷണം. അവരുടെ വസ്ത്രം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുർത്തിയായിരിക്കും. ഇവിടെ മനുഷ്യർ മറ്റൊരു രീതിയിലുള്ള വസ്ത്രമായിരിക്കും. അവരുടെ പാർപ്പിടവും നമ്മുടെ പാർപ്പിടവും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ഈ വ്യത്യാസങ്ങളല്ല യഥാർത്ഥത്തിൽ നമുക്ക് തടസ്സമായി പ്രവർത്തിക്കുന്നത്. ഈ വ്യത്യാസങ്ങളെ കേന്ദ്രീകരിച്ച് സൃഷ്ടിക്കപ്പെടുന്ന ആശയാധികാര വ്യവസ്ഥയാണ്. ആ ആശയാധികാര വ്യവസ്ഥയെ ഉല്ലംഘിച്ചുകൊണ്ട് നന്മയുടെ ഒരു ലോകത്തെ വിഭാവനം ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ തത്വചിന്ത പൊതുവേ ഈ ഇന്നത്തെ രീതിയിൽ അപനിർമ്മാണത്തിൻ്റെ കാലത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു അധ്യായം ഈ ഒരു സമീപനത്തോടുകൂടി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.